ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമർ മാസ്റ്റർ ഐ ടി. അപ്പോൾ ഇന്ന് നമ്മളെ മൈക്കിൾ അവൻ്റെ കുറച്ച് ബന്ധുക്കളായ ഷിൻചാനും പിഞ്ചാനും നമ്മുടെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്കൂൾ 2 മാസം പൂട്ടിയത് കൊണ്ട് അവർക്ക് നമ്മളെ വീട്ടിൽ നിൽക്കണമെന്ന്, മൈക്കിളിൻ്റെ വീട്ടിൽ നിൽക്കണമെന്ന്. മൈക്കിളിൻ്റെ വീട്ടിലെ ജിമ്മി ഉള്ളതുകൊണ്ട് തന്നെ അവരെ പൊരിഞ്ഞ അടിയാണ് അവിടെ. രണ്ടും കൂടി ജിമ്മിയായിട്ട് പഞ്ഞിക്കിടുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ട് 2 കുരിപ്പുകളെയും. അപ്പോൾ അവർക്ക് ബോറടിക്കുന്നതെന്നും പറഞ്ഞ് എൻ്റെ തലയിൽ കയറി ഇരുന്നും കഴിഞ്ഞ് മാന്താൻ തുടങ്ങിയപ്പോൾ ഞാൻ സെമിയോൻ്റെ അടുത്തോട്ട് പോകുന്ന അവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ടുണ്ട്. ഇതും കൊണ്ട് ചോപ്പിനെയും ഞാനും ഷിൻചാനും പിഞ്ചാനും കൂടി ഒരു ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സെമിയോൺ തന്നെയാണെങ്കിൽ ബസ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അണ്ണ എന്തെങ്ങാനും അണ്ണ ഇവിടെ ഫ്രാങ്ക്ലിന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണോ? ഞാൻ വെയിറ്റ് ചെയ്യാം. ഇയാൾ ഭയങ്കര ശല്യമാണല്ലോ. 2 മിനിറ്റ് കൃത്യം 2 മിനിറ്റിൽ ഞാൻ ചോദിക്കാതെ എടുത്തുകൊണ്ട് പോകും സെമിയോണെണ്ണ. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എണ്ണാൻ തുടങ്ങിയിട്ടുണ്ട്. വാച്ചിൽ ഞാൻ സമയം നോക്കി വെച്ചിട്ടുണ്ട്. 2 മിനിറ്റിൽ ഞാൻ ഈ ബസ് എടുത്തുകൊണ്ട് പോകും. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഓക്കെ, 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേഗം പോയി ബസ് എടുത്തുകൊണ്ട് പോവാം. ഇനി സമയമാണ്. ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഈ ബസ് എടുത്തിട്ടുണ്ട്. അല്ല, ഇയാളൊരു 2 മിനിറ്റ് നമുക്ക് വേഗം ഈ ബസ് എടുത്തുകൊണ്ടിരുന്ന് പോകട്ടെ, അല്ലെങ്കിൽ സെമിയോണ സമ്മതിക്കത്തില്ല. അപ്പം നമുക്ക് ഈ ബസ് എൻ്റെ പഴയ വീട്ടിൽ കൊണ്ട് നിർത്തിയിടാം. എന്നിട്ട് നമുക്ക് മൈക്കിളിനെ പോയി കാണാം. മൈക്കിൾ ട്രിപ്പിന് പോരുന്നുണ്ടോ നോക്കാം. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവും മൈക്കിൾ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മൈക്കിളിനോട് ചോദിച്ചു നോക്കാം മൈക്കിൾ ട്രിപ്പിന് പോരുന്നുണ്ടോ എന്ന്. മൈക്കിൾ പോരാതിരിക്കില്ല. മൈക്കിൾ ഭയങ്കര എൻജോയ്മെൻറ്റ് മൈൻഡാണ്. ചിലപ്പോൾ മൈക്കിൾ വെക്കേഷൻ്റെ വേറെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ കേട്ടോ, എന്തായാലും നമ്മൾ പോകണം അതേ ദിവസം തന്നെ പ്ലാൻ ചെയ്യൊന്നുമില്ല. കാരണം അങ്ങനെ പ്ലാൻ ചെയ്യാൻ വഴിയില്ല. കാരണം 2 പേരും ഒരുമിച്ച് ട്രിപ്പ് പോകാന്നൊക്കെ വെച്ചാൽ ചോദിക്കുകയാണ്. അപ്പം നേരെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, ഞാനങ്ങനെ മൈക്കിളിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഭയങ്കര മഴയാണ്. വാട്ട് ദ ഫക്ക്, എന്താണ് മൈക്കിളിൻ്റെ വീട്ടിലും ബസ്സോ? മൈക്കിളാണ് ഇപ്പം നമ്മളെ കൂട്ടാതെ ട്രിപ്പ് പോവാണോ? നമ്മളും കൂടി ചോദിക്കാൻ വന്നിട്ട് മൈക്കിളാണ് നമ്മളെ കൂട്ടാതെ ട്രിപ്പ് പോവുക. അണ്ണോ, എന്താണൊരു ബസ്സൊക്കെ? ഓടോ ഫ്രാങ്ക്ലിനോ, ഞങ്ങൾ ട്രിപ്പ് പോടോ. അല്ല, ഞാൻ എൻ്റെ ട്രിപ്പിന് നിങ്ങളെ വിളിക്കാൻ വന്നായിരുന്നു. പക്ഷെ നിങ്ങൾ നമ്മളെ ഒന്നും വിളിക്കത്തില്ലല്ലോ. ഓടോ ഫ്രാങ്ക്ലിനോ, നിൻ്റെ ഫോണിലേക്ക് ഞാൻ ഇത്ര മിസ് കോൾ അടിച്ചിട്ടൊന്ന് നോക്ക്. ഉണ്ടാവും. നീയായിരുന്നു അപ്പോൾ വിളിച്ചിരുന്നത്. ഞാൻ സെമിയോൻ്റെ ഡീലർഷിപ്പിലായിരുന്നടാ, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അടിപൊളി ബസ്സാടാ. ഏതായാലും നമ്മുടെ ബസ്സിൽ പോരെ, ഇത് അങ്ങ് വിറ്റേക്ക്. ഇത് നീ ഇവിടുന്ന് വാങ്ങിച്ചതാണോ അത് വാടകയ്ക്ക് എടുത്താണോ? അവിടെ ഇത് ഞാൻ വാങ്ങിച്ചതോ, എപ്പോഴും ട്രിപ്പ് പോകാൻ വേണ്ടി വാങ്ങിച്ചതോ. ഇതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ഞാൻ കൊടുത്തോ? ഞാനും എൻ്റെ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പോരായിരുന്നു. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ബസ് എന്തായാലും ട്രിപ്പ് പോകാൻ എടുത്തേ പറ്റുമോ. ഫുൾ പേയ്മെൻറ്റ് കൊടുത്തു പോയി, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കൂടെ പോരായിരുന്നു. അടിപൊളി ബസ്സാടാ. ഇതിനെന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? അവിടെ AC ആണ്, AC. പിന്നെ അടിപൊളി ഫീച്ചേഴ്സുള്ള ബസ്സാണ്. ബസ് AC-യുടെ കാര്യത്തിൽ നമ്മുടെ AC തന്നെയാണ്. പിന്നെ ഭയങ്കര മഴയാടാ. അപ്പോൾ നീ ബസ്സൊക്കെ ഇങ്ങനെ മഴയത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ പെയിൻ്റൊക്കെ പോവില്ലേ? കുറേ നേരം മഴ ഉണ്ടായിരുന്നാൽ പെയിൻറ്റ് പോവില്ലേ? ഡാഷ് ബോർഡ് അടിപൊളി കമ്പനിയാണ് ഇത്. ലോസ് ആൻഡ്രസിൽ ഇപ്പോൾ ബസ് വാങ്ങുന്നവരൊക്കെ ഡാഷ് ബോർഡാണ് വാങ്ങാൻ ശ്രമിക്കാറ്. എന്തായാലും നീ ഇത് അങ്ങോട്ട് കയറ്റിയിട്ടേക്ക് കേട്ടോ. ജിമ്മി, നീയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഡാഡിയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിൻ്റെ അപ്പൻ അങ്ങനെ തന്നെയാ. എന്നാൽ ഞാൻ പോവാട്ടോ. ഫ്രാങ്ക്ലിന് നീ പോകലോടോ. എനിക്ക് പോകണം. നിൻ്റെ ആ 2 കുരിപ്പുകളില്ലേ, ഷിൻചാനും പിഞ്ചാനും, അവരാ വീട്ടിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ തലയിൽ കയറി അവന്മാർ നേരം ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും. അപ്പോൾ പോകുന്നതാണ് ഏറ്റവും നല്ലത്, എനിക്കും നല്ലത്, പിന്നെ എൻ്റെ മുടിക്കും നല്ലത്. എൻ്റെ മുടി പിടിച്ച് വലിക്കുക. ആകെപ്പാടുള്ള കുറച്ച് മുടിയൊക്കെ നോക്കി എൻ്റെ മുടി ഇത്രയേ ഉള്ളൂ. ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? നീ തന്നെ പറ. ഞാൻ പോവാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ചെക്കന്മാരെന്നെ വെറുതെ വിടില്ല, നിൻ്റെ കുരിപ്പുകൾ. അപ്പോൾ അവൻ ട്രിപ്പിനില്ല. അപ്പോൾ ഒരാൾ ക്യാൻസലായി. നമുക്ക് മാത്രം പോയാൽ മതി ഗൈസ്. ഞാൻ പോയി ബസ് എടുത്തുകൊണ്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ ബസ് എടുത്തിട്ട് ഷിൻചാനും പിഞ്ചാനും ഇപ്പോൾ ഉള്ള വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് കാണുമ്പോൾ നല്ല സന്തോഷമാവാൻ സാധ്യതയുണ്ട്. അവരിതുവരെ ആരും ട്രിപ്പ് കൊണ്ടുപോകാത്തതാണല്ലോ. എനിക്കൊന്നും ഇതുവരെ അവരാരും ട്രിപ്പ് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അവർക്ക് നല്ല സന്തോഷമാവും.
അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാട്ടോ ഗൈസ്. അതാ ഏറ്റവും നല്ലൊരു തീരുമാനം അതാണ്. നമുക്ക് ഇത് അടിപൊളി ബസ്സാണ്. മൈക്കിളിൻ്റെ ബസ്സിനെക്കാട്ടും ലുക്ക് ഇത് കാണാനാണ്. മൈക്കിളിൻ്റെത് എന്താണ് ഒരു മുന്നൊക്കെ നല്ലൊരു ബസ്, രസമില്ല കാണാൻ. നമ്മളുടെ ബസ് തന്നെയാണ് അടിപൊളി. ഇടിച്ച് ബസ് അടിപൊളിയെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ഇടിച്ച് പണ്ടാരടങ്ങി. അപ്പോൾ അത് പറയുന്ന കാര്യത്തിൽ നല്ലത് തന്നെയാണ്. നമ്മുടെ ബസ് തന്നെയാണ് നല്ലത്. ഷിൻചാനും മിൻചാനും അവിടെ എന്തായിരിക്കും ചെയ്യുന്നത്? രണ്ടും കൂടി ചോപ്പിൻ്റെ മൂട്ടിൽ വെച്ച് പടക്കം പൊട്ടിച്ചായിരുന്നു ഇന്നലെ. ഭാഗ്യത്തിന് മിണ്ടാപ്രാണിക്കൊന്നും പറ്റിയില്ല. എന്നോട് പറഞ്ഞത് ഓമാർ ഇതുവരെ ഒരു ട്രിപ്പ് പോലും പോയിട്ടില്ല ജീവിതത്തിൽ. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, 5 വയസ്സായിട്ടല്ലേ ഉള്ളൂ. ട്രിപ്പൊന്നും പോകാൻ മാത്രമുള്ള പ്രായം അവർക്കായിട്ടില്ല. പക്ഷേ ഇതുവരെ പോയിട്ടില്ല. അവരെ ചെറിയ കുട്ടികളായാലും പേരൻസിൻ്റെ കൂടെയെങ്കിലും പോയില്ലേ, പക്ഷെ അവരിതുവരെ പോയിട്ടില്ല. അപ്പം നമ്മൾ അവരെ കൊണ്ടുപോകാനും കൂടിയാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതിലൂടെ കയറ്റാട്ടോ. അപ്പുറത്തൂടെ ആണെങ്കിൽ വേറെ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്തേക്കുന്നത്. എനിക്കൊന്ന് ലോസ് ആൻഡോസിൽ ഏറ്റവും ചെറിയ വീട് നമ്മുടെ ആണെന്ന്. നമുക്കിതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് റിനോവേഷൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം ഗൈസ്. അത് നമ്മൾ എന്തായാലും ഒരിക്കലും ഒരു വീഡിയോയിൽ ചെയ്യും ഗൈസ്, ഒരു വീഡിയോയിൽ ചെയ്യും. ഓക്കെ, അവന്മാരവിടെ കളിക്കുകയെന്ന് തോന്നുന്നു. എടാ ഷിൻചാനെ, ഫ്രാങ്ക്ലിൻ ഭായ് വന്നോ? ഞാൻ വന്നടാ. എടാ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടോ ഫ്രാങ്ക്ലിൻ ഭായ്? നമ്മളത് ഒരു സ്ഥലം വരെയാണ് കേട്ടോ, അത് പ്ലാൻ ചെയ്തിട്ടില്ല. ബസ്സൊക്കെ പുറത്ത് കൊണ്ടിട്ടിട്ടുണ്ട്, നമ്മൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. എടാ എന്നാ പിന്നെ ഈ വെള്ളം ചോപ്പിന് കുടിക്കാൻ വെച്ചാൽ ചൂടായിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. നിങ്ങൾക്ക് നീന്താനും കൂടിയുള്ള വെള്ളം. ആ പിഞ്ചാനവിടെ? അവൻ ആ റൂമിലുണ്ട്. കണ്ണാടി നോക്കുക. എടാ ഇത്ര നേരമായിട്ട് ഇവൻ കണ്ണാടി നോക്കി കഴിഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ ഉണ്ടല്ലോ അവൻ കണ്ണാടി നോക്കുന്നത്. അവൻ എന്താണ് ഇപ്പം ഇത്ര പ്രത്യേകിച്ച് കണ്ണാടി നോക്കാനുള്ളത്? എന്താണോ നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഫ്രാങ്ക്ലിൻ ഭായ് അതൊരു പണിയിലോടാ. ഞാനിവിടെ നോക്കുന്നുണ്ട്, എൻ്റെ ചുണ്ടിൻ്റെ അവിടെ ഒരു വീക്കം. നോക്കുക, നീ നോക്ക്, പെട്ടെന്ന് വാ. പിന്നെ ഇവനോടൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു മിനിറ്റ്. എടാ ഷിൻചാനെ, നമ്മൾ നാളെ രാവിലെ 7 മണിക്ക് പുറപ്പെടും കേട്ടോ. ശരി. നമുക്കേ പോയി കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ട്രിപ്പ് പോകുമ്പോൾ. ഞാനിപ്പോഴാണ് ഓർക്കുന്നത്, അല്ലെങ്കിൽ വരുന്ന വഴി വാങ്ങിച്ചാൽ മതിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ സാധനം കുറച്ച് ഡ്രസ്സാണ്. എനിക്ക് ഈ ട്രിപ്പ് പോകുമ്പോൾ അടിപൊളി ഡ്രസ്സ് വേണം. നമ്മൾ ഏകദേശം ഒരു തണുപ്പൊക്കെ ഉള്ള ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു കോട്ട് പോലത്തെ ഐറ്റമാണ് നമുക്ക് വേണ്ടത് അതിന്. പിന്നെ രണ്ടാമത് വേണ്ടത് നമുക്ക് ഫുഡ് ഐറ്റംസ് ആണ്. നമ്മൾ ഫുഡൊന്നും അധികം വീട്ടിലുണ്ടാക്കാറില്ല. അപ്പോൾ ട്രിപ്പ് പോകുന്ന സമയത്ത് കുറേ ഫുഡ് വേണ്ടി വരും. ഇവന്മാരൊക്കെ ഭയങ്കര തീറ്റയാണ്. അപ്പം നമുക്ക് അങ്ങനെ വേണം, ഫുഡ് വേണം. അത് ഈ 2 സാധനങ്ങളോട് നമുക്ക് വാങ്ങിക്കാനേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിന് റെഡിയാണ് ഗൈസ്. പിന്നെ നാളെ രാവിലെ എണീച്ചിട്ട് നമുക്ക് ട്രിപ്പ് അങ്ങ് പോയാൽ മതി. പൊളിക്കും. മൈക്കിളെണ്ണം പിന്നെ ഇല്ലയെന്ന് പറഞ്ഞ്, ഇനിയിപ്പോൾ എന്താ ഉണ്ടോ അറിയത്തില്ല. ഷീറ്റ്, ഞാനതല്ല ആലോചിക്കുന്നത്. എന്നാൽ നമ്മളെ കൂടെ അങ്ങ് പോകുന്നൂടെ? 2 ബസ്സിലായാലും എന്താ പ്രശ്നം? മൈക്കിളെണ്ണന് നമ്മളെ കൂടെ പോകുന്ന വിചാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഷീറ്റ്. ഓക്കെ, മൈക്കിളെണ്ണ നമ്മളെ കൂടെ പോകുന്ന വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മുടെ ബാക്കിലങ്ങ് പോന്നാൽ പോരെ. അങ്ങനെ നമ്മൾ ഡ്രസ്സ് വാങ്ങുന്ന കടയിൽ എത്തിയിട്ടുണ്ട്. നല്ല ഡ്രസ്സ് വാങ്ങാം ഗൈസ്. ഇപ്പം എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഒരു സൽമാൻ ഖാൻ ലുക്കായില്ലേ? പേ ഒക്കെ ചെയ്തിട്ടുണ്ട്. 5000 രൂപയാണ് ഈ ഡ്രസ്സിൻ്റെ വില. പൈസ പോയി പാറുവരട്ടെ ഗൈസ്. ഇതെൻ്റെ കാറല്ല, ശർമ്മയുടെ കാറാണ്. ഇത് ചോദിച്ചിട്ട് പോടാ അങ്ങോട്ട്. നമുക്കിനി വേഗം നമ്മുടെ പെട്രോൾ പമ്പിലോട്ട് പോവാം. പെട്രോൾ പമ്പ് ആവട്ടെയാണ് നമുക്കിത് ഉള്ളത്, സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത്, ഫുഡ് ഐറ്റംസ്. നമ്മുടെ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ ഈ സൈഡിലുള്ള വീടൊക്കെ നോക്കിയേ, ഇങ്ങനെയൊക്കെ റിനോവേറ്റ് ചെയ്തെടുക്കണം. പൊളിക്കും. ഇതൊക്കെ നോക്കി അടിപൊളി വീടുകളല്ലേ? ഈ സൈഡിലുള്ള വീടൊക്കെ നോക്ക്, ഉണ്ടോ? അതൊക്കെ അടിപൊളി വീടുകളാണ്. അടിപൊളിയല്ലേ? ഇതുപോലെയൊക്കെ റിനോവേറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലെയൊക്കെ നമ്മൾ എന്നിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ അടിപൊളിയൊക്കെ വലുതാക്കിയിട്ടൊക്കെ ചെയ്യാം. നമ്മൾ നമ്മുടെ കടയിലോട്ട് പോകാം കേട്ടോ. കട ഇവിടെ സൈഡിലെങ്ങാണ്ട് കഴിഞ്ഞല്ലോ. അവിടെയാണ്. നമ്മൾക്കാട്ട് നല്ല കാറൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ കാറ് സർവീസിങ്ങിലാണ്. 2 ദിവസമായി. ചേട്ടാ, ഈ കടയിലുള്ള എല്ലാ സാധനവും ബാഗിലാക്കി എടുക്ക്. ഓക്കെ, ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഈ കടയിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെയും ഓരോ വീതം ഞാൻ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ മാൻഷനിലോട്ട് പോവാം. അവിടെ എത്തിയിട്ടാണ് ബാക്കി പണി. ഇനി
ബാക്കി പണിയൊന്നും പറയാൻ മാത്രമില്ല, പ്രത്യേകിച്ച് ഇല്ല. രാവിലെ ഉറങ്ങുന്നു, എണീക്കുന്നു, പെട്ടി പാക്ക് ചെയ്യണമല്ലേ, അത് ആ ചെക്കന്മാരെ ഏൽപ്പിച്ചാൽ മതി. അത് അവർ ചെയ്തോളും. പെട്ടി പാക്ക് ചെയ്യാനുള്ള അവന്മാർ ചെയ്തോളും. അവന്മാർ ഇതിലൊക്കെ കേമന്മാരാണ് പെട്ടി പാക്ക് ചെയ്യുന്നതിൽ. അതൊക്കെ അവന്മാർ ചെയ്തോളും. എന്നെക്കൊണ്ടൊന്നും വയ്യ പെട്ടി പാക്ക് ചെയ്യാൻ. ഇതാണ് കേട്ടോ അവർ പഠിക്കുന്ന സ്കൂള്. ടവളിയന്മാരൊക്കെ എങ്ങനെ ഈ സ്കൂളിൽ പൊറപ്പിക്കുന്നതാവോ. ഏതായാലും നമുക്ക് വേഗം പോവാട്ടോ. ഏതായാലും ഇവിടെ അല്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ അവിടെ എൻ്റെ ഈ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന്മാർ തിന്ന് തീർക്കും. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊക്കെ എൻ്റെ ജിമ്മിൽ പോകുന്ന ബാഗാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ബാഗ് ജിം ഐറ്റംസ് ആണ്. ജിമ്മിൽ ഡംബൽസൊക്കെ എന്ന് പറഞ്ഞിട്ട് ആ ബേശമ്മ വെച്ച് അവന്മാർ തുറന്നു നോക്കത്തില്ല. അപ്പോൾ അത് വെക്കാം കേട്ടോ. എന്നിട്ട് എടുത്ത് കഴിഞ്ഞാൽ നിൻ്റെ കാലിലൊക്കെ വീണാൽ അത് മുറിവാകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ എടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അവർ തിന്ന് തീർക്കത്തില്ല. അങ്ങനെ ഗായ്സ് ഒടുവിൽ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തോ ഗായ്സ്, ഈ ശർമ്മയുടെ വീട് മാത്രമല്ല, ഇയാളും അടിപൊളിയാണ്. അയാളുടെ പുതിയ കാറ് വാങ്ങിച്ചിട്ടുണ്ട്. ആള് പൊളിയാണ് ഗായ്സ്. നമുക്ക് നമ്മുടെ രണ്ട് കുരിപ്പുകൾ അവിടെ ഉണ്ടാവും. നമ്മുടെ ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ട് എനിക്ക് ആ ഷേപ്പപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലുണ്ട്. ഒരു സൈഡിലോട്ടൊരു മഞ്ഞ മുടിയും ബ്ലാക്ക് മുടിയും കൂടി ചേർന്നിട്ടുള്ളത്, അതാക്കണം. മണ്ടൻ ചെക്കന്മാർ എവിടെ പോയി? ഫോണിലാണ്, ഞങ്ങൾ ബാക്കിലുണ്ട്. ബാക്കിലോ? ഓ അവിടെയാണോ? ചോപ്പേ ചോപ്പ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏതായാലും ഈ പിഞ്ചാനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മേശയിലാണ് പിഞ്ചാൻ നിൽക്കുന്ന മേശമ്മലാണ് നമുക്ക് ആ ബാഗ് വെക്കേണ്ടത്. അപ്പം എന്നോട് പറഞ്ഞേക്കാം. ഞാൻ എൻ്റെ ജിം ഐറ്റംസ് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. നീ അത് എടുത്ത് നിൻ്റെ കാലി മുറിവാക്കല്ലേ, കാലിൽ വീണ മുറിവാവും. ഞാനതവിടെ ഊരി വെച്ചിട്ടുണ്ട്. അവൻ ശ്രദ്ധിക്കത്തില്ലായിരിക്കും. ഞാൻ ട്രിപ്പിനുള്ള കുറേ പ്രിപ്പറേഷൻസിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. നീ എന്നെ ശല്യം ചെയ്യരുത് കേട്ടോ. പിന്നെ എന്നെ ശല്യം ചെയ്യാൻ ആ ഷിൻചാനെ അനുവദിക്കരുത്. ഈ സാധനം ഒന്നും എടുത്തു പോരുത് കേട്ടോ, നിൻ്റെ കാലിൽ മുറിവാകും കേട്ടോ. അതുകൊണ്ട് പറയാം കേട്ടോ. എൻ്റെ ചുണ്ടിൽ നല്ല മുറിവുണ്ട്. അത് നീ തന്നെ നോക്കിയാൽ മതി. ആ റൂമിൽ ബാമുണ്ട്, അവിടുത്തെ പറട്ടിക്കോ. ഇനി അവനോടുകൂടി പറയണോ? അല്ലേ വേണ്ട, അവൻ ഇങ്ങോട്ട് വരില്ല. അവൻ ചോപ്പിനെ കണ്ടപ്പോൾ മുതൽ ചോപ്പിൻ്റെ അടുത്ത് കൂടിയേക്കാണ്. അപ്പം നമുക്ക് നേരെ പോയി അങ്ങ് ഉറങ്ങിയേക്കാം. ഈ ഡ്രസ്സാരുടെ അവിടെ കൊണ്ടിട്ട് ചവിട്ടേണ്ട, ചളിയാവും. യശോദേ ഗായ്സ്, രാത്രിയായോ? ഇതെന്താ? ആ ചെക്കന്മാരെവിടെ? എൻ്റെ സൈഡിലായിരുന്നല്ലോ അവന്മാർ കിടക്കാറ്. എൻ്റെ ബെഡിൻ്റെ മുകളിൽ സൈഡിലാണല്ലോ അവന്മാർ കിടക്കാറ്. അടിപൊളി. ഞാൻ പറയാതെ തന്നെ ബാഗ് വെക്ക് ചെയ്തു. അത് 2:30 മണിക്കോ? ഗൈസ്, നമ്മുടെ ഈ ഫോണിൻ്റെ വാൾപേപ്പർ മാറ്റി നീലയാക്കണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഫോണിൻ്റെ വാൾപേപ്പറാണ് ചോദിച്ചത്. ഈ കിടക്കുന്ന വാൾപേപ്പർ മതിയോ അതോ വേറെ വാൾപേപ്പർ വേണോ? ആദ്യം ഇവന്മാരോട് ചോദിച്ചോട്ടെ. നിങ്ങളെന്താ അവിടെ ചെയ്യുന്നത്? ഫ്രാങ്ക്ലിൻ ഭായ്, ഞങ്ങൾ പെട്ടി പാക്ക് ചെയ്യാം. ആര് പെട്ടി? നിങ്ങളുടെ പെട്ടിയോ? നിങ്ങളുടെ പെട്ടി ഇത്രയാണോ? അപ്പോൾ എൻ്റെതോ? നിങ്ങൾ തന്നെ പാക്ക് ചെയ്താൽ പോരെ? അത് പറ്റില്ല. എൻ്റെത് പാക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ട്രിപ്പ് കൊണ്ടുപോയില്ല. ചോപ്പ നീ പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാന്ന്. മണ്ടനെ ഇപ്പോൾ സംസാരിച്ച് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ അവൻ. നീ എൻ്റെ പെട്ടി കൂടി പാക്ക് ചെയ്യും. എനിക്കൊരു പെട്ടിയൊക്കെ ഉള്ളൂ. നിങ്ങളെപ്പോലെ ഇത്രയും പെട്ടിയൊന്നും എനിക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കി. പിന്നെ എൻ്റെ നമ്മുടെ ബസ്സൊക്കെ കള്ളം കൊണ്ടുപോകണം. ഇവിടെ കള്ളന്മാരുടെ ശല്യം ഉള്ളതാണ് ലോസ് ആൻഡോസ് റിച്ച്മാൻ ഏരിയയിൽ. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സീനാവും. നമ്മുടെ ബസ് പോവാടാ. ഫ്രാങ്ക്ലിൻ ഭായ്, നിങ്ങളുടെ ബസ്സൊക്കെ ആർക്ക് വേണം? കള്ളന്മാരൊക്കെ സ്വർണം പൈസയൊക്കെ മോഷ്ടിക്കാൻ വരുന്നവരല്ലേ? അത് നീ എനിക്കങ്ങ് പറയാം. ഞാൻ പറയുന്നത് എൻ്റെ ബസ് കണ്ടാൽ മിക്കവാറും എടുത്തുകൊണ്ട് പോകും. അതിനിപ്പോൾ ഒരു ഇതും ഇല്ല അതിൽ. എന്തായാലും കൊണ്ടുപോകും, ഉറപ്പാണ്. ഞാനത് പോയി നോക്കട്ടെ. ഏതായാലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ സീനാവും. ഇവിടെ ഉണ്ട് കേട്ടോ, കൊണ്ടുപോയിട്ടൊന്നും ഇല്ല, രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞാൽ മതി. ഞാനൊക്കെ ലക്കിയാണല്ലോ. ദ ബുള്ളറ്റ് ബസ്സിൻ്റെ പേര് ടേക്ക് ദ ബുള്ളറ്റ്. ഒക്കെ അടിപൊളി ബസ്സാണ്. എന്താ ഗായ്സ്, ബസ് പോയി. അതിനകത്ത് ആളുണ്ടായിരുന്നോ? മോനെ, എനിക്ക് ഇറങ്ങി നോക്കാൻ പറ്റിയ സമയമായിരുന്നല്ലോ. നിൽക്കടാ, നിന്റെ തലയിൽ കൂടെ ഞാൻ ബുള്ളറ്റ് കയറ്റി തീർക്കും. മര്യാദയ്ക്ക് നിന്നോ. അവനൊരു നിൽക്കില്ല കേട്ടോ. നമ്മളെ ബസ് സെമിയോണെന്നെ കൊല്ലും. അവൻ്റെ വാടകയ്ക്ക് വാങ്ങിയ ബസ്സാണത്. ഫുൾ പേയ്മെൻറ്റ് ഞാൻ കൊടുക്കേണ്ടി വരും. വാടകയ്ക്കല്ല, നമുക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് വാങ്ങാൻ മാത്രമുള്ള ആസ്തി നമ്മളതിലുണ്ട്. പിന്നെ അല്ല ഗൈസ്,
ഏതായാലും ഇവനെ പോയി ഒന്ന് പിടിക്കട്ടെ ഗൈസ്. ഇവന്മാർ ഭയങ്കര കള്ളന്മാരാണ്. ഈ ലോസ് ആൻഡോസിൽ ഞാൻ പറഞ്ഞില്ലേ, ഷിൻചാനോട് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, ലോസ് ആൻഡോസിൽ കള്ളന്മാരുണ്ടെന്ന്. സത്യമാണ്. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്, അതിൻ്റെ ഗുണമാണ് ഗൈസ്. ഓ ഷീറ്റ്, അതിലൂടെ തന്നെ അവൻ പോകുന്നത്. എടാ നിക്കട പൊന്ന, എടാ നമ്മളുള്ള വഴി കൂടെ വരത്തില്ല കേട്ടോ. ഞാനവനെ കണ്ട് കേട്ടോ, ജസ്റ്റ് ആ മിററിൽ കൂടെ ഞാൻ അവനെ കണ്ട്. ഏതോ പിച്ചക്കാരനാന്ന് തോന്നുന്നു. അവൻ്റെ ഡ്രസ്സ് ഒരു ചെറിയ ട്രൗസറും ഒരു ബ്ലാക്ക് ഇന്നർ ബനിയനുമാണ് അവൻ ഇട്ടത്. എടാ നമ്മൾ കുടുങ്ങിയടാ. ഇതിലൂടെ വഴിയുണ്ടോ? അവൻ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ പോയി അവനെ പിടിക്കാൻ പറ്റും. താഴോട്ട് ഇറങ്ങണേ. അതാ ഇറങ്ങിയിട്ടുണ്ട്. ഓ എൻ്റെ പ്രാർത്ഥന. നിന്നെ ഇങ്ങോട്ട് മാറടാ അവിടെ നിന്ന്. ഓ നമ്മളൊരു ചേച്ചിയുടെ കാറടിച്ച് മാറ്റിയിട്ട്, ചേട്ടൻ്റെ കാറടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് കൊടുത്താൽ കള്ളനെ ഞാൻ ഇന്ന് കൊല്ലും. നീ എങ്ങോട്ടാടാ പോകുന്നത്? നമ്മൾ അതേപോലത്തെ ഒരു കാറ് റോട്ടിൽ കിടക്കുന്നു. നിന്നെ നിൽക്കടാ അവിടെ. നീ ഏത് മരങ്ങോടനാടാ? ഓ ഷിറ്റ്, നിന്നെ ശരിയാക്കി തരട്ടാ. ഞാൻ GTA 5 സോറി, നമ്മൾ ഗെയിമിൻ്റെ പേര് പറയാൻ പാടില്ല, സ്റ്റോറി മോഡാണ്. ഓക്കെ, നിന്നെ ഓ ശരിയാക്കി തരാട്ടാ. നിന്നെ ഞാൻ പിടിച്ചില്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ കാശ് എനിക്ക് ഇവനെ കിട്ടിയിട്ടോ. നമ്മുടെ ചാനലിൻ്റെ അഭിമാന പ്രശ്നമാണ്. നിൽക്കടാ, ഈ എങ്ങോട്ടാണോ പോണേ? നിന്നെ വെറുതെ വിടില്ല. നിന്നെ ഇറങ്ങി പോടാൻ ഇങ്ങോട്ട്. ഈ ബസ്സൊന്ന് കുറച്ച് ബാക്കോട്ട് വെക്കാല്ലേ, അവനെ ഇടിക്കുന്ന സമയത്തെ ബസ്സിന് വല്ലതും പറ്റും. നിന്നെ ഇപ്പം ശരിയായി തരാം. പിച്ചക്കാരനാണെ പിച്ചെടുത്ത് ജീവിക്കണം പട്ടി. നിന്നെ ഓ അതിൻ്റെ അടുത്ത് എന്നെ ആരും ഇടിച്ചിട്ട് ഗൈസ്. പിച്ചെടുത്ത് ജീവിട പട്ടി. നീ മോഷ്ടിക്കുന്നതൊക്കെ ശരിയാടാ, നിനക്ക് ജീവിക്കാൻ ആസ്തിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നീ ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കരുത്. ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും എടുത്താൽ അത് ഫ്രാങ്ക്ലിനുമായിട്ട് ഒരു ശത്രുതയുടെ മതിൽ കെട്ടിപ്പടുക്കുന്നതിൻ്റെ തുല്യമാണ്. നമുക്ക് വേഗം എന്തെങ്കിലും കൊണ്ട് വീട്ടിലോട്ട് പോകാട്ടോ. ഓ മാറിക്കമ്മാവാ അങ്ങോട്ട്. വണ്ടി ഓടിക്കാൻ സ്പീഡില്ല. ഏതവനാണോ അവൻ? ലോസ് ആൻഡോസിലുള്ള കളർ എന്തോ ഒരു മാസ്ക് കിട്ടായിരുന്നു അറിയാം. ഇതവനല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതവനല്ല, ഇതേതോ ഭിക്ഷക്കാരനാണ്. വലിയ എന്തോ വിലയുടെ ബസ് കണ്ടപ്പോൾ ഇത് എടുത്തിട്ട് ഓടാന്ന് വിചാരിച്ച് ഓടിയതാണ്. പക്ഷെ അവനറിയില്ലായിരുന്നു അവൻ മോഷ്ടിച്ചത് ദ കിങ്, ലോസ് ആൻഡോസിലെ മെയിൻ്റെ അടുത്തുനിന്നാണെന്ന്. നമ്മൾ ലോസ് ആൻഡോസിലെ മെയിനാണ് ഗൈസ്. നമ്മൾ ലോസ് ആൻഡോസിൽ നമ്മളറിയാത്തൊരു മനുഷ്യക്കുഞ്ഞില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഈ സാധനങ്ങളൊക്കെ അല്ലേ, ഫുഡൊക്കെ വാങ്ങിയപ്പോൾ ഞാൻ പേ ചെയ്തിട്ടില്ല. അയാൾ പറഞ്ഞു സാർ എടുത്തോ സാറേ പറഞ്ഞു. അങ്ങനെയാണ് ഫുഡ് ഐറ്റംസ് വാങ്ങിയത്. പക്ഷേ ആ ഡ്രസ്സിൻ്റെ കടക്കാർക്ക് എന്നെ അറിയില്ല എന്ന് തോന്നുന്നു. എൻ്റെ സ്വഭാവം. ഇനിയിപ്പോൾ ആരെങ്കിലും അടിച്ചു മാറ്റുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ കിടന്നുറങ്ങുന്നതാണ്. അതാകുമ്പോൾ ആരെങ്കിലും അടിച്ചു മാറ്റുമെന്നുള്ള പേടി വേണ്ടല്ലോ. ഇന്ന് നമുക്ക് ഉറങ്ങാം. ഓക്കെ ഗായ്സ്, രാവിലെ അയ്യോ തലയിടിച്ച് വീണ് എണീക്കാൻ നിൽക്കുമ്പോഴാണ് വീഴുന്നേ. ഓ 7 മണി ഗായ്സ്, ടൈമായി. എടാ മണൂസന്മാരെ എണീക്കടാ. അമ്മമാരെവിടെ? എടാ ചിഞ്ചാനെ വേഗം വാടാ, നമുക്ക് 7 മണിയായി. ഇപ്പോൾ ട്രിപ്പ് പുറപ്പെടണം. ഓനങ്ങ് വരുമോ? വാ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ട്രിപ്പ് പോയിരിക്കും. ബൈ.